ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത് ഗ്രാനി ലെഗസി വിത്ത് ഗ്രാൻഡ് പ നോർമൽ മോഡിൽ ഇട്ടിട്ടാണ് ഗൈസ്. നമ്മൾ നോർമൽ മോഡിൽ ഗ്രാൻഡ് പൻ ഇട്ടിട്ട് ഇന്ന് കളിച്ച് പൊളിക്കാൻ പോകണം ഗൈസ്. സോ നമ്മൾ ഇമ്പോസിബിൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. ഇമ്പോസിബിൾ ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ടോ ഇവിടെ ഓ ഗൈസ്, ഇമ്പോസിബിൾ, എക്സ്ട്രീം, ഹാർഡ്, നോർമൽ, ഈസി. നമ്മളൊന്ന് നോർമലിൽ ഇട്ടിട്ട് ഗ്രാൻഡ് പൻ ഓൺ ആക്കാൻ പോവാണ് ഗൈസ്. എക്സ്ട്രാ ലോക്കൊക്കെ ഓൺ ആക്കി എടുക്കണടാ. മ്യൂസിക് പോയല്ലേ. നോർമൽ ഇട്ടിട്ട് എത്ര ഡാർക്ക്, ഈസിയിലിട്ട് സംതിങ് ഫിഷി. ഇത്ര ഡാർക്ക് വരില്ലല്ലോ നോർമലിട്ടാ. എന്തായാലും ആട്ടെ, നോക്കാം. അത്രേ ഉള്ളൂ. ഗ്രാൻഡ് പോണോ ഈസി നോർമലിലേക്ക് മാറി. റിസെറ്റ് 1 ആണ് വെച്ചത്. നമുക്ക് സീവർ എസ്കേപ്പ് ചെയ്താൽ പോരെ. റിസെറ്റ് 2. അപ്പൊ ഗായ്സ്, നമ്മൾ വീഡിയോയിലേക്ക് എടുക്കാൻ പോവാണെങ്കിൽ ചെറിയൊരു ജലദോഷം ഉണ്ട്. അതുകൊണ്ട് അത് സൗണ്ടിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഹലോ ഗായ്സ്, ആരാ എന്തോ സാധനം ഇവിടെ തട്ടി മറിച്ചിട്ട് ഗൈസ്. എന്തോ സാധനം എനിക്കറിയില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിരിക്കണം, സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, ഉറപ്പെടുത്തുന്നത്. സോ ഗൈസ്, വീഡിയോ ലൈക്ക് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരും കാണരുത്. ഞാനിവിടെ കഷ്ടപ്പെട്ട് ജലദോഷമൊക്കെ പിടിച്ചിരുന്നു വീഡിയോ എടുത്ത് തരാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ എടുക്കാം. ഓക്കെ, ഡേ 1 അങ്ങനെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഡേ 1 തുടങ്ങി നേരെ ഈ സാധനം എടുത്ത് പുറത്തിറങ്ങി ഇങ്ങോട്ടേക്ക് വലിച്ചെറിഞ്ഞ അത്ര തോന്നി. നേരെ കറക്കി എടുക്കുക, കാറിൻ്റെ അടുത്തേക്ക് പോവുക, ഇരിക്കുക. ഇത് കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും ഗൈസ് കേട്ടോ. പണിക്ക് എടുക്കുക, ഗ്രാനി ഇങ്ങോട്ട് വരിക. ഗ്രാനിപ്പോൾ ഇവിടെ ഉള്ളത് നമുക്ക് അറിയത്ത് പോലുമില്ല. ഗൈസ്, നമ്മൾ ഗ്രാൻഡ്പനൊക്കെ വെട്ടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ആരും കണ്ടിട്ട് പോലില്ല ഗൈസ്. ഇങ്ങോട്ടാരോ പോയിക്കണടാ. അവിടുന്ന് ആരോ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കാൻ മൂലക്കൽ വെക്കാം. എൻ്റെ ഇതിൽ ഗ്രാനിപ്പോൾ ഇവിടുന്ന് കൊണ്ട് വരും തോന്നുന്നു ഗൈസ്. ഗ്രാനി വരാനുള്ള ചാൻസ് ഞാൻ നല്ലോണം കാണുന്നുണ്ട്. ഗൈസ്, ഗ്രാനി ഒന്നും എടുത്ത് കാണുമ്പോൾ തന്നെ കൊടുത്ത് ഉറക്കി ഗൈസ്. ഇനി ഗ്രാനിൻ്റെ വ്യാപ്പിള വരും. വ്യാപ്പിളക്ക് തള്ള കത്ത വ്യാപ്പിളക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാൻ ഓടി വരുന്നുണ്ട്. എന്നാ അങ്ങോട്ട് പോയിക്കോളി. ഇഷ്ടമുള്ള സ്ഥലം അങ്ങോട്ട് കാണുന്നുണ്ട്, അങ്ങോട്ട് പോയിക്കോളി. ഗ്രാനിനെ ഉറക്കിയിട്ടുണ്ട്, ഗ്രാൻഡ്പനെ ഉറക്കിയിട്ടുണ്ട്. ഈ ബെഡ് കൊണ്ടിടായിരുന്നില്ലേ. ഒരു ദിവസം നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. നമ്മള് ഗ്രാനിനെയും ഗ്രാൻഡ്പനെയും നടത്തിച്ച് കൊണ്ടുവന്നിട്ട് ബെഡിൻ്റെ അവിടെ വെച്ചിട്ട് ബെഡ് വന്നിട്ട് പുള്ളിയും കൂടെ ആവും. അത് സംഭവം കൊള്ളാല്ലേ ആക്ച്വലി. വെടി വെച്ച് വന്നിട്ട് അങ്ങനെ ഗ്രാനിനെ ഫ്രീസ് ട്രാപ്പിൽ ഇട്ടിട്ട് ഗ്രാനിന്റെ തലൊക്കെ ഫുട്ബോൾ മാതിരി എന്തി കൊണ്ടാണ് ഒരു വീഡിയോ ഞാൻ കണ്ടിരിക്കുന്നത് യൂട്യൂബിൽ. അതേപോലെ നമുക്കൊന്ന് ഒരു ദിവസം ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഇതിൽ വഴിയൊക്കെ തെറ്റിപ്പോണ്ട് വർത്താനം പറഞ്ഞിട്ട്. ഫ്രീസ് ട്രാപ്പിനെ അങ്ങോട്ടൊക്കെ ഒന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് അറിയത്തില്ല ഫ്രീസ് ട്രാപ്പിന്റെ അവിടൊക്കെ എന്താണ്. ഒരു വിളിച്ചാവണല്ലോ. ഒന്ന് പോയി
ഇത് ഒരു സ്പോണായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കൂല കേട്ടോ. ഞാനിപ്പോ എപ്പോ വേണമെങ്കിലും ഓ സീന്. നമ്മളോട് ഇങ്ങനെ നിന്നിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ട് ക്രൗച്ച് വെക്കുക. അതല്ലല്ലോ പോയത്. പഴയ വിദ്യ എടുത്ത് ആ പഴയത് വർക്കായി. ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ വർക്കാവും ഗൈസ്. നമ്മൾ എല്ലാതും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴല്ലേ നമുക്ക് വിജയമുള്ളൂ. ഇട്ടെടുക്കാനെ സെറ്റിൻ്റെ ഉള്ളിലിട്ട് മറ്റേ ഗ്രാനി സ്പോൺ ആയിക്കുന്നു ഗൈസ്. ആ അവിടെ നല്ല സൗണ്ട് ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇപ്പൊ ഗ്രാനി എന്തായാലും അങ്ങോട്ട് പോകും. നമുക്ക് ഇങ്ങോട്ട് പോകാം ഗൈസ്. ഇവിടെ സൗണ്ട് ഒന്നും ഉണ്ടാക്കിയില്ല. ഈ സൗണ്ട് തൊട്ട് ഗ്രാനി ഇവിടെ എത്തണ ഗ്യാപ്പില് നമുക്ക് ഇതെടുത്തിട്ട് മുകളിലോട്ട് കൊണ്ടിടണം. ഓക്കെ, അപ്പൊ ഗ്രാനി ഇപ്പൊ വരികയാണെങ്കിൽ ഗ്രാനി അവിടെ നിൽക്കത്തുള്ളൂ. ഓക്കെ, ഗ്രാനി ഇപ്പൊ മുകളിലുണ്ടോ മീൻസ്. സോ നമുക്ക് ഇതുകൊണ്ട് ഇത് ഇവിടെ അവിടെ അവിടെ കിടക്കന്നെ. സോ ഇനി നമുക്ക് ഷോർട്ട് ഗണ്ണിന്റെ സാധനം എടുക്കാൻ പോണം. കമോൺ ഗായ്സ്, നമ്മളെ ചാനലിൽ 50 സബ്സ്ക്രൈബേഴ്സ് അടിച്ച കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗായ്സ്, നമ്മളെ ചാനലിൽ 50 സബ് ആയിട്ടുണ്ട് കേട്ടോ. 50 സബ്സ്ക്രൈബേഴ്സ്. 51 ആയിരുന്നു. ആരോ 50 ആക്കി ഗൈസ്. ആരോ അൺസബ് ചെയ്ത് ഗൈസ്. അതിന് നല്ല വിഷമമുണ്ടായി. പക്ഷെ സീനില്ല ഗൈസ്, നമ്മൾ 50 ആയില്ല. ഒന്നുമില്ലാത്തടത്തൊന്നും ഇത്രയെങ്കിലും എത്തിയില്ല. ഇതെന്തിനു ഇന്റെ അടുത്ത് കറക്റ്റ് വന്നാ? ഇതെങ്ങനെ വന്നാ? ഇത് ചെയ്ത് വെക്കാൻ ശേഷം അപ്പൊ ഗൈസ് 50 അല്ല ഗൈസ്. ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്തപ്പോ 55 ആയി ഗൈസ്. സോ ഗൈസ്, താങ്ക്സ് ടു ഓൾ 55 സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നതിന് എല്ലാവർക്കും നന്ദി. എസ്പെഷ്യലി ഗെയിം പ്ലെയറിനാണ് ഗൈസ് ഞാൻ പറയണത്. പറ്റുന്നുണ്ടെങ്കിൽ ഗെയിം പ്ലെയറിന് അവിടെ കാണാൻ മെൻഷൻ ആക്കിക്കോളി കമന്റിൽ. സോ ഗൈസ്, നമ്മളങ്ങനെ നടന്നു ഓടിച്ചാടി രണ്ടാളെ വെട്ടിച്ചു. ഗ്രാൻഡപ്പൻ്റെ അടുത്തേക്ക് വന്നേന് ഗ്രാനി തോന്നണം കേട്ടാ. ഗ്രാൻഡപ്പ ഇപ്പൊ ഗരാജിൽ നിന്ന് ഇറങ്ങി പോയിട്ടേ ഉള്ളൂ. ഗ്രാനിപ്പോ ഗരാജിലേക്ക് വന്നിട്ടേ ഉള്ളൂ. വരുന്ന വഴിക്കാണ് എന്നെ കണ്ടത്. ഞാനാരാ ആരാ 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 പുറത്തോട്ട് കൊണ്ടുപോയി. അതാരായിരിക്കും? ട്രാപ്പ് ഇട്ടിട്ട് ഇറങ്ങി പുറത്തോട്ട് ഗ്രാനി പോകാൻ ചാൻസ് ഇല്ല. സോ ഗ്രാനി ഉള്ളിലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടാ. പുറത്താരാ പോയെന്ന് കാണാൻ ഒരു വഴിയുണ്ട്. ആ വഴിയുണ്ട് ആക്ച്വലി. പുറത്താരാ പോയി? അടിച്ചടാ. ഇവര് കണ്ടപാടെ തിരിഞ്ഞ് ഓടാൻ വിചാരിച്ചേ. ഓട്ടം നടന്നില്ല. കറക്റ്റ് അടിച്ചിട്ട് പുറത്ത് ഇത് ഗ്രാൻഡ് ആണെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്ത് പിന്നെയും പോയെ. ഗ്രാനിയാണ് എത്ര വട്ടമൊന്നും പിടിക്കൂല. ഗ്രാനിയാണെങ്കിൽ നമ്മളെ ഓടിക്കും. ഇങ്ങോട്ട് നോക്കിയൊക്കെ നിൽക്കും. ഗ്രാൻഡ് അങ്ങനെയല്ല. ഗ്രാൻഡ് ഡയറക്റ്റ് ആക്ഷനാ. അതിനടുത്ത് ലീവ് ദിസ് ഹൗസ്. പിന്നല്ലാണ്ട് ഫസ്റ്റ് തന്നെ അടി വാങ്ങാനുള്ള സീനാണെന്ന് വെച്ച്. ഓ ഫ്ലോർ ക്രാക്കായി. നേരെ അങ്ങോട്ട് എടുക്കാം. ഇടോർക്ക ആരും കണ്ടില്ല. ഈസി പീസി. ഗ്രാൻഡ് അവിടെ ഉണ്ട്. ഇപ്പൊ താഴത്തല്ല, നമുക്ക് ഇതിലേ പോയിക്കൂടെ? നമുക്ക് ഇവിടെ നിന്ന്
കണ്ടടാ ചങ്ങായി. പക്ഷെ ഗ്രാനി ഇപ്പൊ പുറത്തോട്ട് പോകുന്നുണ്ട്. നമുക്ക് വേജാറുണ്ടോ? ഗ്രാനി അവിടെ നിന്ന് ഇവിടെ എത്തുന്ന സമയമുണ്ട്. നമുക്ക് ഇതെടുത്ത് നേരെ ഇങ്ങോട്ട് ക്രൗച്ച് ചെയ്ത് ഇങ്ങോട്ട് വന്ന് ക്രൗച്ച് ചെയ്ത് ഇങ്ങോട്ട് വരാം. കളവൻ പോയാ? ഞാൻ അരിച്ചിൻ്റെ കൂടെ തന്നെ ഉണ്ടോ? KFC തള്ളക്കൊന്നു തള്ളരെ കെട്ടിയെന്ന് വരാം. തള്ളക്ക് കെട്ടിയവന് കാക്കക്ക് 3 മതി. അത് മതി. എടാ അച്ഛട ഇയാളെന്ത് പ്രശ്നാടാ? ഇയാളെന്തിനാ ആ തള്ളന്റെ അടുത്ത് കണ്ട് വിട്ടുന്നത്? ധർമ്മസങ്കടം കൊണ്ട് വിട്ടുന്നതായിരിക്കും. എന്നിട്ട് വിചാരിച്ചിട്ട് എന്റെ തലയിൽ എന്തിനാ കയറിക്കണത്? ഷിറ്റ്. എടാ ഡേ 2 പോടാ ഇയാള് കാരണോ. ഇയാള് നോർമൽ മോഡിൽ കുറച്ച് സീനാണ് കേട്ടാ. ശേ, ഞാൻ വിചാരിച്ചത് ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇതെല്ലാം ഞാൻ സ്വപ്നം കണ്ട കേരള അല്ലല്ലോ, ഇന്ത്യ അല്ലേ. എന്താണല്ലോ അങ്ങനെ. എടാ എടാ ഷേ എടാ രാത്രി എടാ തള്ള ഇവിടുന്ന് അവിടെ പൈല വരാൻ തുടങ്ങിയേ. തള്ള ഇവിടെ മുഖത്തൊക്കെ ചോര വന്നടാ. എന്തരൊക്കെ പറയണ. കെയർഫുൾ ആയിട്ട് കളിക്കണം കേട്ടാ. ഇവിടുന്ന് ഒച്ച ഉണ്ടാക്കാം. ഗ്രാനി ഇവിടുന്ന് വരുന്ന നോക്കാം, എന്നിട്ട് കളിക്കാം. ഇതിന്റെ കേൾക്കുന്നു ഡോറൊന്ന് വരാഞ്ഞാൽ മതി. ഗ്രാനി വേറെ എവിടെയാണ്? ഗ്രാൻഡ് ഫോൺ ഉണ്ടാവും. നമ്മൾ നോക്കണം കഴിച്ച്. ഒരുമാതിരി അസുഖം. അയ്യോ തൂക്കോടില്ല, തൂമ്പി. ആരും ഇല്ലല്ലോ. ഉണ്ടയില്ല. ഞാൻ എന്തായാലും പോയി കാക്കനെ തട്ടാൻ കഴിച്ചു. അതാണ് എൻ്റെ പ്ലാൻ. നമുക്ക് സ്നീക്ക് ചെയ്ത് പോയിട്ട് കാക്കനെ തട്ടാനുള്ള സെറ്റപ്പ് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും നടക്കില്ല. ഇപ്പോൾ കാക്കനെ കൊല്ലുന്നു, ചാവി എടുക്കുന്നു, ഓടുന്നു. ഇത്രയുള്ള സിമ്പിൾ പരിപാടിയാണ്. ഈ 4-ാം ദിവസമായപ്പോഴത്തേന് സ്ക്രീനൊക്കെ എന്താ വെട്ടി നടക്കണേ. ഇത് വേറെ ആരുടെ തുറന്നു? ഇയാൾക്ക് ഇവിടെ ആരുള്ളത്? എന്തായാലും ചാവുന്നുള്ള കാര്യം ഉറപ്പാണ്. ഗ്രാനിവിടെ വരട്ടെ ഗൈസ്. ഗ്രാനിവിടെ വന്നിട്ട് നമുക്ക് ചായയോടെ കൊണ്ടിടാം. സീരിയസ് ഗെയിം പ്ലേ മൂഡ് ഓൺ ആയി കഴിഞ്ഞാൽ ഞാൻ വർത്താനൊന്നും പറയില്ല. രണ്ടാളവിടെ വന്നു. നമുക്കിത് നമ്മളെ സമയം. ഈ ചാവി ഞാൻ കൊണ്ടിട്ട് അവിടെ ഇടാം. ചാവി അവിടെ ഇട്ടിക്കണ. ഇറങ്ങി ഓടിക്കോ. ഒന്ന് സീവറിലെത്തി ഗൈസ്. പക്ഷെ നമ്മളെ സീവറിലെത്തിക്കാനാണ് പാട്. ഡോരിപ്പോൾ അങ്ങോട്ടേക്ക് പോയി നിൽക്കടാ. ആപ്പിലൊന്ന് ഗ്ലിച്ചർക്കായി. ഈസി പീസി. ഇങ്ങോട്ടൊക്കെ അറിയില്ലല്ലോ. മനസ്സിലായി. നമ്മൾ വിത്ത് ടെഡി ആയിട്ട് സ്കിപ്പ് ആവണ മാതിരിയാണ് കേസ് നമ്മൾ സ്കിപ്പ് ആവണത്. എടാ ഇവിടെ സ്റ്റെക്കോ.
ഇവിടെ സ്റ്റെക്ക് കുടുങ്ങിയടാ അതിൻ്റെ ഇടയില്. ഇവിടെ സ്റ്റെക്കാ. ഇവിടൊക്കെ സ്റ്റെക്കാടാ. ഷിറ്റ്. നമ്മൾ എസ്കേപ്പിന്റെ വക്കിലെത്തിടാ. ചാവിയും കൂടി ഒന്ന് എടുത്താൽ തരാം. നമുക്ക് ഇതിലേ പോയാലോ? അതിലേ പോയാൽ അതിനോട് വലിയ സ്റ്റെക്കാവും. ഇല്ല, അവിടുത്തെ സ്റ്റെക്ക് പോയി. ഇങ്ങോട്ട് പോണ്ട, അതിലേ പോവാ. ഇനിയിപ്പോൾ അതിൻ്റെ മൂലക്കലോട്ട സ്റ്റെക്ക് ഉണ്ടെന്ന് പറഞ്ഞാലോ? ഉണ്ട് മുമ്പില്. ഗ്രാനും ഗ്രാൻഡ്പി ഓടാണ് ഗൈസ്. ഞാൻ വിചാരിച്ച ആദ്യം നമ്മളായിരിക്കും സീൻ പൊട്ടുകയെന്ന്. പക്ഷെ നമ്മക്കല്ല സീൻ പൊട്ടിയത് ഗ്രാനിക്ക് ഗ്രാൻഡ്പക്കുമാണ്. ഓരാണ് കുടുങ്ങിയത്. അത്രേ ഉള്ളു ഗൈസ്, നമ്മൾ എസ്കേപ്പ് ആവാനായി. ഇനിയിപ്പോ വല്ല സ്പൈഡർ ലേഞ്ചിനെ ഈ സീലിംഗ് ഒന്നും പൊട്ടി വീഴണം നമ്മളെ കൊല്ലണമെങ്കിൽ. കൊല്ലടേ, മുറിക്കടേ. എന്തൊക്കെയാടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ. തുറയടേ. സോറി, ബട്ട കയറിപ്പോയി. ഗൈസ് അത്രേ ഉള്ളൂ. നമ്മൾ എസ്കേപ്പ് ആവാൻ പോവാണ്. സോ ഗൈസ്, ഗ്രാൻ ഉണ്ടെങ്കിലും ഗ്രാൻഡ് ഉണ്ടെങ്കിലും ഞാരൊക്കെ ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ മൂൺ വാക്ക് അടിച്ചിട്ട് എസ്കേപ്പ് ആവും ഗൈസ്. എസ്കേപ്പ് ആവടാ. അതിന്റെ ഇടയിലോ നീ തുതും തുതും തും തുതും തുതും. ഇവിടെ ശരിക്കും ഗ്രാൻഡ് പന കൊണ്ടാ നിർത്തണല്ലേ. എന്ത് സൗണ്ടാടാ.